ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാസ്ക് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കട്ടിങ്ങും അതുപോലെ സ്റ്റിച്ചിങ്ങും ഒന്നും അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാസ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലുള്ളൊരു കോട്ടൻ്റെ ക്ലോത്ത് വേണം. അപ്പോൾ കോട്ടൻ്റെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇടാനൊക്കെ, അതായത് ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ ബ്രീത്ത് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു പ്ലേറ്റ് കൂടി വേണം. അപ്പം നമ്മളിതിൽ മെഷറിങ് ടാപ്പും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ വലിയ മാസ്ക് ആണെങ്കിൽ വലിയ പ്ലേറ്റ് എടുക്കുക. അതുപോലെ ഇതുപോലെ കുഞ്ഞു കുട്ടികളുടെ മാസ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു പ്ലേറ്റ് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ റൗണ്ടിൽ കൂടി തന്നെ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നല്ല വട്ടത്തിൽ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഞാനിത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുമ്പോൾ ഇതൊരു 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ വലിയവർക്കൊക്കെ ആകുമ്പോൾ 9 ഇഞ്ച് മുതൽ ഒരു 11 ഇഞ്ച് വരെയുള്ള ഒരു സൈസിലായിരിക്കും നല്ലത്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു 7 ഇഞ്ച് 8 ഇഞ്ച് അത്രയൊക്കെ മതിയാവും. അതിനുശേഷം ഇതുപോലെ ഒന്നങ്ങ് മടക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണില്ലേ, ഇതുപോലെ 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ നമുക്കൊരു 2 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരു മാസ്ക് അടിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മൾ സെക്കൻഡ് ടൈമൊക്കെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതുപോലെ 4 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. കണ്ടില്ലേ? ഇതുപോലെ 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കണ്ടില്ലേ ഒന്നിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല വശവും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിച്ചിട്ടാണ് വരുന്നത്. ആ രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഈ മുകളിലുള്ള ഈ ഒരു കർവ്ഡ് ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൂചി മെഷീനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് തുന്നിയെടുത്താൽ മതി. അപ്പോൾ സൂചി നൂല് ഉപയോഗിച്ച് തുന്നുന്നവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു മാസ്കിൻ്റെ ഷേപ്പ്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു മാസ്കിൻ്റെ ഷേപ്പിലായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ നമുക്ക് കിട്ടിയ ഇതൊന്നുകൂടി ഒന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല വശവും ഒന്നിച്ചിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല വശവും ഒന്നിച്ചിട്ട് വെക്കുക. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. ഈ ഒരു നല്ല വശവും തന്നെ ഒന്നിച്ചിട്ട് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ചുറ്റിലായിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ 2 കോണിലായിട്ട് കണ്ടില്ലേ, ഈ ഒരു നീളമുള്ള ഭാഗത്ത് ഇവിടെ വരെ എത്തിയാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. കുറച്ചൊരു ഭാഗം നമുക്ക് അകത്തുള്ള ആ ഒരു നല്ല വശം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ടാണ് അവിടെ നമ്മൾ ഗ്യാപ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതാ കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ചുറ്റിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ, അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാടങ്ങ് ഫാസ്റ്റ് ആക്കാത്തത്, നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ഇതുവരെ ഒന്നും സ്റ്റിച്ച് ചെയ്യാത്തവർക്ക് പോലും ഇതുപോലുള്ള മാസ്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ട് ആ ഒരു വശത്തെ ഹോളിലൂടെ മറ്റേ വശത്തെ ഹോളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അകംവശം പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോൾ അത് നല്ലൊരു ഷേപ്പായിട്ട് വരും. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലൊരു മാസ്കിൻ്റെ ഷേപ്പിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി നല്ലൊരു പെർഫെക്റ്റിൽ നിൽക്കണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അയൺ ചെയ്യുന്നൊന്നുമില്ല, കൈകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം അകത്തേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം.
അതിന് ശേഷമാണ് നമ്മൾ മാസ്കിൻ്റെ ഈ ഒരു എലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എലാസ്റ്റിക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിൽ മുടിക്ക് കെട്ടാൻ ഉപയോഗിക്കുന്ന ഹെഡ് ബാൻഡ് ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ നൈസായിട്ടുള്ള രീതിയിൽ വരുന്ന ഹെഡ് ബാൻഡ്, അത് വെച്ചിട്ട് നമുക്ക് എലാസ്റ്റിക്കിന് പകരം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പഴയ ഏതെങ്കിലും ഡിസ്പോസിബിൾ മാസ്കിൻ്റെ എലാസ്റ്റിക് വേണമെങ്കിൽ അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഉണക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് ഇതുപോലെ മാസ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ₹1 പോലും ചിലവില്ലാതെ വേണമെങ്കിലും മാസ്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ഹെഡ് ബാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് അകത്തേക്ക് വരുന്ന രീതിയിലാവുമ്പോൾ നമുക്കിതുപോലെ എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, ഇതുപോലെ ഒന്നങ്ങ് അകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 7 ഇഞ്ചൊക്കെ മതിയാവും വലിയ ആൾക്കാരുടെ സൈസിലാവുമ്പോൾ എലാസ്റ്റിക്. അപ്പോൾ നിങ്ങളുടെ എലാസ്റ്റിക് എത്രത്തോളം വലിയുന്നു അതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് ഫിറ്റായിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും വെച്ചാൽ മതി. അപ്പോൾ ഞാൻ 2 സൈഡിലും ഇതുപോലെ എലാസ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് അലക്കിയിട്ട് എത്ര നാൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഒന്നും തന്നെ സംഭവിക്കില്ല. അപ്പോൾ കുറച്ച് മുമ്പേ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ്. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് ഇതുപോലെ അങ്ങ് നീണ്ടു പോയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒത്തിരി പേർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.